السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا صدق الله مولانا العظيم. من كان يؤمن بالله واليوم الآخر فلا يجلس على مائدة يشرب عليها الخمر صدق رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ലഹരിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും വിധിവിലക്കുകളുമാണ് ഏതാനും ആഴ്ചകളിലൂടെ നിങ്ങൾ കേട്ടത്. ഒരാൾ കുറ്റവാളിയാകണമെങ്കിൽ, ഈ വിഷയത്തിൽ കുറ്റക്കാരനാകണമെങ്കിൽ അയാൾ കള്ള് കുടിച്ചു കൊള്ളണമെന്നില്ല, കഞ്ചാവ് വലിക്കണമെന്നില്ല, പൊടിയും മരുന്നുകളും ഉപയോഗിക്കണമെന്നില്ല. ഈ മേഖലയുമായി ബന്ധപ്പെടുന്ന 10 വിഭാഗം ആളുകൾ കുറ്റവാളികളാകുമെന്നും അവർ അള്ളാഹുവിൻ്റെ ശാപമേറ്റവരായി മാറുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച ഹദീസ് നമ്മളിവിടെ കഴിഞ്ഞയാഴ്ച പറഞ്ഞു കഴിഞ്ഞു. നേർക്ക് നേരെ ബന്ധമില്ലെങ്കിലും അത് അകത്താക്കിയില്ലെങ്കിലും ആ മേഖലയുമായി ബന്ധപ്പെട്ട 10 വിഭാഗം കുറ്റക്കാരായി അള്ളാഹുവിൻ്റെ ലഅനത്തേൽക്കുന്ന അവസ്ഥ. ആ 10 വിഭാഗം മാത്രമല്ല, അതിനപ്പുറത്തുള്ളവരും കുറ്റക്കാരാകുന്ന വസ്തുതയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നത്. ഈ 10-നപ്പുറവും കുറ്റക്കാരുണ്ടാവും. അതെന്താ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾ എന്നോടെന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും മദ്യപാനം ഞാൻ നടത്തിയിട്ടില്ല, അതിൻ്റെ രുചി പോലും നാളിതുവരെ ഞാനൊന്ന് നോക്കിയിട്ടില്ല. എന്നാൽ ഞാൻ കൂട്ടുകാർക്കൊപ്പം ബാറിൽ കയറിയിട്ടുണ്ട്, അവർ കുടിക്കുമ്പോൾ കൂടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്, എന്തിനധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ടച്ചിങ്സ് ഒക്കെ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിട്ടും മഹാനായ വിശുദ്ധനായ ഞാൻ, അത് അയാൾ പറയില്ല, അത് വരികൾക്കിടയിൽ വായിക്കണം. എൻ്റെ ഒരു ഈമാൻ്റെ പവർ. ആ സദസ്സിൽ ചെന്നിരുന്നിട്ടും ആ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ അംഗമായിട്ടും അവരൊക്കെ കഴിച്ചപ്പോഴും ഞാനത് തൊട്ടു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ എന്നോടെന്നെ പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളത് കുടിച്ചിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നിങ്ങളാ സദസ്സിൽ സാക്ഷിയായതും ആ സഭയിൽ പങ്കാളിയായതും നിങ്ങളൊരു കുറ്റക്കാരനാകാൻ അത് തന്നെ മതി. അഷ്റഫുൽ ഖൽഖ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുസൽമാൻ അത്തരം ഒരു സദസ്സിലും പങ്കാളിയാകാൻ പാടുള്ളതല്ല. കൃത്യമായി ഇമാം അഹ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ ആരംഭപ്പൂവ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഏക ഇലാഹായ അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു മുസൽമാനാണെങ്കിൽ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പുന്ന സൽക്കാരങ്ങളിൽ
മദ്യം കഴിക്കുന്ന സദസ്സുകളിൽ, സഭകളിൽ, കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ ചെന്നിരിക്കരുതേ. ചില ഹദീസുകൾ ഇങ്ങനെ കാണാ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ഇത് ചെയ്യരുത്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ ഇത് ചെയ്യരുത്. ഈ ഹദീസിന്റെ അർത്ഥം എന്താ? അവരുടെ ഈമാൻ ഫലവത്താകണമെങ്കിൽ, പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ, നാളെ പരലോകത്തത് ഉപകരിക്കണമെങ്കിൽ പിറകെ പറയുന്ന വിലക്ക് മാനിക്കുകയും ആ മേഖലയിൽ നിന്ന് സമ്പൂർണമായി അകന്നു നിൽക്കുകയും വേണം. എങ്കിലേ ഈമാൻ കൊണ്ട് ഫലം കിട്ടൂ. എന്താ ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞത്? ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. മദ്യം വിളമ്പുന്ന സഭയിൽ ചെന്നിരിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ഒരു തിന്മ, ഒരു ഹറാമ് തടയൽ ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. ഒരു ഹറാമ് അരങ്ങേറുന്നത് കണ്ടാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അസാധിക്കുമെങ്കിൽ അത് തടയൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. എപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പൊ കഞ്ചാവോ മയക്കുമരുന്നൊക്കെ ആണെങ്കിൽ തടയാം, നിയമപരമായി തടയാം, എക്സൈസിനെ വിവരറിയിക്കാം, പോലീസിനെ വിവരറിയിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിൻ്റെ പഴുത്, ആ പഴുതിൽ നിന്ന്, പരിധിയിൽ നിന്നുകൊണ്ട് ഒരാൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ബീവറേജ് പോയി മേടിച്ചു, ബാറ് പോയി കഴിച്ചു, അത് തടയാൻ ചെന്നാൽ നമ്മൾ കുറ്റക്കാരാവും. അത് തടയാൻ വകുപ്പില്ല. സാധിക്കുന്നിടത്തത് തടയണം. അസാധ്യമെങ്കിൽ ആ മേഖലയിൽ നിന്ന് മനസ്സ് വെറുത്തുകൊണ്ട് മാറി നിൽക്കൽ മിനിമം ഒരു മുസൽമാന് നിർബന്ധമാണ്. മനസ്സ് വെറുത്തും കൊണ്ട് ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ അത് നിർബന്ധം, മിനിമം നിർബന്ധം. തടഞ്ഞാൽ നിൽക്കൂല, എന്നാ പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കുക. ഇല്ലാതെ ആ സദസ്സ് ചെന്ന് ചിരിച്ചും കളിച്ചും അവർ വെള്ളടിച്ച് പറയുന്ന ഡയലോഗൊക്കെ കേട്ട് ആസ്വദിച്ച് അവിടെ കഴിക്കുന്നില്ലെങ്കിലും ഈ വ്യക്തിയും കുടിച്ചവരും തമ്മിൽ ഒരു മാറ്റമില്ല. ഏത് ആ സഭയിൽ ചെന്നിരിക്കുന്ന മദ്യം തൊട്ടു നോക്കാത്ത, രുചിച്ചു നോക്കാത്ത വ്യക്തിയും അത് കുടിക്കുന്നവരും തമ്മിൽ അള്ളാഹുവിന്റെ റെക്കോർഡിൽ കുറ്റത്തിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. ഇവരെ പോലെ തന്നെ അവരും. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, മദ്യപാനികളുടെ കൂടെ അവരുടെ സദസ്സിൽ ചെന്നിരിക്കുന്നവരെയും ശിക്ഷിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിക ശരീഅത്തിൽ കള്ളുടിച്ചാൽ, കഞ്ചാവ് വലിച്ചാൽ എന്താ ശിക്ഷ? നമ്മൾ 100 അടിയൊക്കെ കേട്ടിട്ടുണ്ട്, കൈ വെട്ടുന്നത് കേട്ടിട്ടുണ്ട് ഇസ്ലാമിക ശരീഅത്ത്. ഇതൊന്നും ഇവിടെ നടക്കൂല ഇന്ത്യയിലൊന്നും. ഇസ്ലാമിക ഭരണമുള്ള ശരീഅത്ത് ആക്ട് ഉള്ള ഒരു രാജ്യമാണെങ്കിൽ മദ്യപാനം തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ എന്താ ശിക്ഷ? 40 അടിയാണ്. 40 അടി, ചമ്മട്ടിപ്രഹരം 40 അടി. ഇവിടെ നടക്കൂല. ഇസ്ലാമിക ശരീഅത്തുള്ള രാജ്യത്ത് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ശിക്ഷയാണ് 40 അടി. ഈ അടി മഹാനായ രണ്ടാം ഉമർ തങ്ങള് കുടിച്ചവർക്ക് കൊടുക്കുന്ന കൂട്ടത്തില് ആ സഭയിൽ കുടിക്കാതെ ചെന്നിരിക്കുന്നവർക്കും കൊടുക്കുമായിരുന്നു. മഹാനവർകൾ ഖലീഫയായ കാലത്ത് ഒരു കൂട്ടം മദ്യപന്മാർ പിടിക്കപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു കൂട്ടം മദ്യപാനികളെ ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കി. മഹാനായ ഉമർ തങ്ങള് അവർക്ക് ഇസ്ലാം നിർദ്ദേശിച്ച ശിക്ഷ കൊടുക്കാൻ കൽപ്പിച്ചു, ഉത്തരവിട്ടു. ആ സമയത്ത് ആ കുടിയന്മാരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളിൽ എല്ലാവരും കുടിച്ചവരല്ല, ചിലരത് തൊട്ടു നോക്കിയിട്ടില്ല. ഇതാ ഈ വ്യക്തി നോമ്പുകാരനാണ്, ഇയാള് നോമ്പ് പിടിച്ചു വന്ന ആളാണ്, കള്ളുടിച്ചിട്ടില്ല എന്ന് മാത്രല്ല, ഇന്ന് സുബഹി വാങ്കിന് ശേഷം അന്നപാനീയങ്ങൾ മാറ്റിവെച്ച് സുന്നത്ത് നോമ്പ് പിടിച്ച വിശുദ്ധനാണ് ഇയാള്. പിന്നെ സമയം പോക്കിന് ഞങ്ങളെ കൂട്ടത്തിൽ വന്നിരുന്നു എന്ന് മാത്രം. ഇയാള് നോമ്പുകാരനും കൂടിയാണ്. സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞ എന്താ? അടി അയാളിൽ നിന്ന് തുടങ്ങുന്നത്. ഇത് നോമ്പ് നോറ്റിട്ട് ഈ സഭയിൽ വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, അവിടുന്ന് പൊട്ടിക്കൽ തുടങ്ങിക്കോ. ആദ്യത്തെ പൊട്ട അവിടെ ആട്ടെ, അത് കഴിഞ്ഞിട്ട് മതി കുടിയന്മാരെ പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിൻ്റെ ഖുർആനിലെ നിയമം?
മഹാനായ ഖലീഫ അവർക്ക് സൂറത്തുൻ നിസാഇന്റെ 140 ആയത്ത് ഓതി കൊടുക്കുകയാണ്. അള്ളാന്റെ നിയമം ഖുർആനിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? തെറ്റായ ഒരു സദസ്സിൽ അതിന് സപ്പോർട്ട് ചെയ്ത് മാനസികമായി സന്തോഷിച്ച് അവിടെ ചെന്നിരുന്നാല് അവിടെ കുറ്റം ചെയ്യുന്നവരെ പോലെയാണ് ചെന്നിരുന്നവനും എന്ന് വ്യക്തമാക്കുന്ന ആയത്ത് നിസാഇന്റെ 140 നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ കേട്ടോളൂ എന്നും പറഞ്ഞിട്ട് ഓതി കൊടുത്തു ഖലീഫ. എന്താണത്? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഒരു നിയമം ഇറക്കിയിരിക്കുന്നു. എന്താ നിയമം? അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അല്ലാഹുവിന്റെ വചനങ്ങളെ പുച്ഛിക്കുന്ന, നിരാകരിക്കുന്ന, നിഷേധിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ഒരു സദസ്സ് നിങ്ങൾ കണ്ടാൽ, ജബ്ബാർ മാഷിന്റെ സദസ്സ് കണ്ടാൽ, ആരിഫ് ഹുസൈന്റെ സദസ്സ് കണ്ടാൽ, യുക്തിവാദി ലിയാഖത്ത് അലിയുടെ സദസ്സ് കണ്ടാൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, നിഷേധിക്കുന്ന ഒരു സദസ്സ് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖഉദൂ മഅഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി, അവരാ കൃത്യം തുടരുന്ന സമയത്ത് നിങ്ങൾ അത് കേട്ടിരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിക്കുന്ന, നിഷേധിക്കുന്ന സമയമത്രയും നിങ്ങളതവിടെ പോയി കേട്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിരുന്നാലോ ഇന്നക്കും ഇദൻ മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ കുറ്റവാളികളാണ്. നിങ്ങളും അവരെ പോലെ കുറ്റവാളികളാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, സത്യനിഷേധികളെ മാത്രല്ല അവിടെയും ഇവിടെയും കൂടുന്ന, തെറ്റായ മജ്ലിസിൽ ചെന്നിരിക്കുന്ന കപടന്മാരെയും നിഷേധിക്കൂട്ടത്തെയും അല്ലാഹു ജഹന്നമിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്ന ആയത്ത് ഓതി കൊടുത്തിട്ട് ഖലീഫ പറഞ്ഞു, അടി അവിടുന്ന് തുടങ്ങിക്കോളൂ, പൊട്ടിയടി. ഈ കാര്യത്തിലൊക്കെ മഹാന്മാരായ നമ്മുടെ നായകന്മാർക്ക് കണിശതയുണ്ടായിരുന്നു, തീവ്ര നിലപാടനുണ്ടായിരുന്നു. ഒന്നാം ഉമർ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മദ്യത്തിന്റെ കാര്യത്തിൽ, ലഹരിയുടെ കാര്യത്തിൽ മഹാനരായ ഖലീഫക്കുണ്ടായിരുന്ന ജാഗ്രതയും തീവ്രമായ നിലപാടും ചരിത്രത്തിൽ പ്രസിദ്ധമാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ, ഒന്നാം ഉമർ, അവിടുന്ന് ഖലീഫയായ കാലത്ത് ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ പരിധിയിൽ വന്ന കാലമാണത്. ഈജിപ്റ്റ് ഇസ്ലാമിൻ്റെതായത് അന്നാണ്, ആ കാലത്താണ്. അന്ന് തൻ്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന മകൻ, അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മകനുണ്ട് ഉമർ എന്നവർക്ക്, വേറൊരു മോനുണ്ട് അബ്ദുറഹ്മാൻ. ഈ അബ്ദുറഹ്മാൻ ഈജിപ്റ്റിലാണുള്ളത്. ഈജിപ്തിൻ്റെ ഗവർണർ ആരാണ്? പ്രസിദ്ധ സ്വഹാബി വര്യൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ്. മദീനയാണ് സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ഓരോ പ്രദേശത്തും ഗവർണർമാരാണ്. ഇപ്പൊ ഇന്ത്യയിൽ നമ്മുടെ സ്റ്റേറ്റിലൊരു ഗവർണർ ഉണ്ട് അല്ലേ? ഓരോ സ്റ്റേറ്റിനും ഗവർണർ ഉണ്ട്. നമ്മളെ ഗവർണർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ റോട്ടിൽ കാറിന്ന് ഇറങ്ങിയിട്ട് സ്റ്റൂൾ ഇട്ടിറങ്ങി കട്ടൻ ചായ കുടിക്കുന്ന ഗവർണറാണ്. അങ്ങനെ ഉണ്ടാവും ഓരോ, അല്ലേ? അദ്ദേഹം ഒരു കോമാളിപ്പണി കാണിക്കുന്നത് പോലെ തോന്നുന്നു. എന്താവട്ടെ, അപ്പോൾ ഓരോ പ്രദേശത്തിനും ഗവർണർമാരാണ്. സെൻട്രൽ ഗവൺമെന്റ് എവിടെയാണ്? അതിൻ്റെ കേന്ദ്രബിന്ദു മദീനയാണ്. ഈജിപ്തിന്റെ ഗവർണർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അവിടെ വെച്ച് ഉമർ തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ എന്നവർ മദ്യപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോന് അബ്ദുറഹ്മാൻ എന്നവർ മദ്യപിക്കുകയും പിടിക്കപ്പെടുകയും അവിടെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. അംർ ഇബ്നുൽ ആസ് എന്ന ഗവർണർ റളിയല്ലാഹു അൻഹു അവരിൽ ശിക്ഷ നടപ്പിലാക്കി. വെറും അടി മാത്രമല്ല, തല മുണ്ടനം ചെയ്തു വിട്ടു, മൊട്ടയടിച്ചു വിട്ടു. അങ്ങനെ ആള് നോക്കിയിട്ട് ശിക്ഷ മാറുമല്ലോ. ഇപ്പോൾ പോക്സോ നിയമത്തിലൊക്കെ ഒരു പള്ളിയിലച്ചനോ മുസ്ലിയാരോ പ്രായപൂർത്തിയാകാത്ത കുട്ടിനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് കൊടുക്കുന്ന അടിയല്ല, ഇന്ത്യയിൽ തന്നെ ഇന്നും ആളെ അവസ്ഥയും നിലവാരവും അനുസരിച്ച് ശിക്ഷ എന്താകും? ശക്തി പ്രാപിക്കും. അത് എന്നുണ്ട്, അന്നുണ്ട്. തലമുണ്ടനം ചെയ്ത് വിടുകയും ചെയ്തു. ഈ വാർത്ത മദീനയിലിരിക്കുന്ന പൊന്നുപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. എൻ്റെ പൊന്നുമോൻ
ഈജിപ്തിന്റെ മണ്ണിൽ വെച്ച് മദ്യപിക്കുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും തല മൊട്ടയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന വാർത്ത ഉമർ തങ്ങൾ അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഒരു കത്തെഴുതുന്നു ഈജിപ്തിന്റെ ഗവർണറായ അംർ എന്നവർക്ക്. എന്താ കത്ത്? ആഹാ, എൻ്റെ മോനെ തല്ലാൻ താങ്കൾ ആരാ? ഇന്നിപ്പോ അങ്ങനെയൊക്കെയുള്ളോ ഇടപാട് അല്ലേ? കേമന്മാരാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇടപാട്. ഉമർ റളിയല്ലാഹു കത്തെഴുതാണ് അംർ എന്ന ഗവർണർക്ക്. എന്താ കത്ത്? എൻ്റെ കത്ത് കിട്ടിയാൽ എൻ്റെ മകൻ അബ്ദുറഹ്മാനെ പെട്ടെന്ന് മദീനയിലേക്ക് വണ്ടി കയറ്റി വിടണം, അവിടെ നിർത്തരുത്. അവൻ ചെയ്ത കുറ്റവും അവന് ലഭിച്ച ശിക്ഷയും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ലെറ്റർ കിട്ടിയാൽ അബ്ദുറഹ്മാൻ എന്ന മകനെ പെട്ടെന്ന് മദീനയിലേക്ക് കയറ്റി വിടണം. ഇതാണ് ഒപ്പ്. ആ കത്ത് കിട്ടി ഉടനെ വണ്ടി കയറ്റി വിട്ടു. മകൻ എത്തി മദീനയില്. മദ്യപാനത്തിൽ ശിക്ഷിക്കപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന മകന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തിയപ്പോ എന്താ ചെയ്തത്? മോനെ, ഇത് ഇസ്ലാമിക ഭരണാണ്, ശരീഅത്താണ് നിയമം, ഇവിടെ വാപ്പി മോനൊന്നും മാറ്റല്ല, എൻ്റെ മോന് സാരമില്ല എന്ന് പറഞ്ഞിട്ട് തലയിൽ നെറുകയിൽ തടവിയിട്ട് സമാധാനിപ്പിക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ മോൻ അവിടെ നിന്നാൽ വാപ്പച്ചിക്ക് നീ നാണക്കേടാണ്, അതുകൊണ്ട് മോൻ ഇങ്ങോട്ട് പോന്നേക്ക്, മദീനയിൽ നമ്മുടെ സംരക്ഷണത്തിൽ നിന്നോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെയോ, മുന്നിൽ മകൻ വന്നെത്തിയപ്പോ മദ്യപാനത്തിന് ശരീഅത്ത് പറഞ്ഞ ശിക്ഷ ഏറ്റുവാങ്ങി തലമുണ്ടനം ചെയ്യപ്പെട്ട അവസ്ഥയിൽ മുന്നിലെത്തിയ മകനെ വിളിച്ചുകൊണ്ട് വീണ്ടും പൊട്ടിച്ചു അടി, വീണ്ടും കൊടുത്തു അടി. നീ എൻ്റെ മോനാണ്, നിനക്ക് ഇരട്ടി ശിക്ഷയാണ് കൊടുത്തു. ഇന്ന് ഇവിടെ നടക്കുന്ന എന്താ? എൻ്റെ മോനോ സ്വന്തക്ക, അതൊരു വിഷയമല്ല, അത് മൂടുക. ഇതാണ് മൊത്തം ദുരന്തം. ലോകത്തല്ലാഹുവിന്റെ കോപം സംഹാര താണ്ഡവമാടാൻ കാരണമാകുന്ന ഒരു കാര്യം ഇതാണ്. കേമന്മാർ കുറ്റം ചെയ്യുമ്പോൾ അത് തമസ്കരിക്കപ്പെടും, അവഗണിക്കപ്പെടും, നിസാരവൽക്കരിക്കപ്പെടും. ഒരു കാര്യം ഞാൻ പറയാ, ഈ കുറ്റം ചെയ്യുന്നതിലേറെ അപകടകരമാണ് ഈ കുറ്റത്തെ ലാഘവത്തോടെ കാണുക. അപ്പൊ കള്ളു കുടിച്ചു, ഒരാൾ കള്ളു കുടിച്ചു, ഇത് കുടിച്ചപ്പോഴൊക്കെ പഠിച്ചോനെ ഞാൻ ഈ തെമ്മാടിയാണ് പറഞ്ഞ ഗദ്ഗതത്തോടെ അയാൾ മരിക്കണതിന്റെ മുമ്പ് തൗബ ചെയ്ത ആ മനുഷ്യൻ സലാമത്തായി, അയാൾ നരകത്ത് പോവില്ല. പക്ഷേ അതിനെ നിസാരവൽക്കരിക്കുക അതൊരു വിഷയമല്ല, അതാണ് വലിയ കുറ്റം. ഏതുപോലെ ആള് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരിയൊക്കെ കഴിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, നീലച്ചടയം കുറേശ്ശെ വലിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പം, അതൊന്നും ഇപ്പം ഇന്നില്ലാത്തവരാരാ? ഈ ഒരു മൈൻഡ്, ഈ ഒരു ഡയലോഗ് സമൂഹത്തിൽ നിന്ന് വരാൻ തുടങ്ങിയാൽ അള്ളാഹു കുറ്റവാളികളെ മാത്രമല്ല ശിക്ഷിക്കുക, മൊത്തത്തിൽ അള്ളാഹു അദാബിറക്കുന്ന ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ പുറന്തോടിൽ സുഭിക്ഷമായി സുഖസന്തോഷത്തോടെ ജീവിക്കുന്നു. രാത്രികളിൽ നമ്മളൊക്കെ ശാന്തരായി കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ടാണ് നമുക്കതിന് കഴിയുന്നത്? ഉടമസ്ഥനായ പടച്ചതമ്പുരാന്റെ സംരക്ഷണവും കാവലും കൊണ്ടാണത്. ഒരു സയൻസിനും ഒരു ടെക്നോളജിക്കും ഒരു അധികാര ശക്തിക്കും പ്രകൃതി ദുരന്തത്തിൽ നിന്ന് മാനവ മക്കളെ കാക്കാൻ സാധ്യമേ അല്ല, അല്ല, ഒരിക്കലും അല്ല. അമേരിക്കയിൽ കൊടുങ്കാറ്റ്, ആരാ അമേരിക്ക? ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറക്കുക. ലണ്ടനിൽ ഭൂകമ്പം, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടാണ് നമ്മൾ ശാന്തരായി ഉറങ്ങുന്നത്, സുഭിക്ഷമായി ഈ ഭൂമിയിൽ അധിവസിക്കുന്നത്, ജീവിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, ചില തെമ്മാടിത്തരങ്ങൾ അരങ്ങേറുകയും ചില തിന്മകൾ പ്രകടമാവുകയും ആ തിന്മകളെ നിസാരവൽക്കരിക്കപ്പെടുകയും ചെയ്താൽ അള്ളാഹു ഈ സംരക്ഷണം എടുത്തു കളയും, അള്ളാഹു ഈ കാവലെടുത്തു കളയും. എടുത്തു കളയുമ്പോഴാണ് ഭൂകമ്പവും പ്രകമ്പനങ്ങളും കൊടുങ്കാറ്റും സുനാമിയും യുദ്ധങ്ങളും പ്രതിസന്ധികളും അരങ്ങേറുന്നത്, പ്രകടമാകുന്നത്. അപ്പോഴാണ് വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഭൂമിയുടെ സംരക്ഷണം അല്ലാഹു എടുത്തു മാറ്റുന്നത്, അല്ലാഹുവിന്റെ കാവൽ അല്ലാഹു നിർത്തിവെച്ച് ഇവിടെ അവന്റെ ശിക്ഷ ഇറക്കാൻ കാരണമാകുന്ന പാതകങ്ങൾ, ശിക്ഷകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം 15 തെമ്മാടിത്തരങ്ങൾ, 15 തിന്മകൾ. തിന്മ ഉണ്ടായിക്കോട്ടെ, അത് പണ്ടേ ഉണ്ട്, പക്ഷെ അത് തിന്മയെന്നുള്ള ബോധത്തോടെ
കുറ്റബോധത്തോടെ ചെയ്യുന്നതിന് പകരം അത് വ്യാപിക്കുകയും സമൂഹം അതിനെ നെവർ മൈൻഡ് ചെയ്യുകയും അതൊരു കുറ്റമല്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വന്നാൽ 15 കുറ്റങ്ങൾ റസൂലുള്ള എണ്ണുന്നുണ്ട്. നമുക്ക് ആ 15 പെന്നെ മുഴുവൻ എണ്ണാൻ സമയമില്ല. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ 3 കുറ്റങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദുത്തുഖിദൽ ഫൈഉ ദുവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ. 3 കുറ്റങ്ങൾ. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ച് നോക്കാം. ഈ 3 കുറ്റങ്ങൾ സാമ്പത്തിക രംഗത്തുള്ള കുറ്റങ്ങളാണ്. ആദ്യം അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇദുത്തുഖിദൽ ഫൈഉ ദുവലാ. ഫൈ സ്വത്ത് കൈയിട്ട് വാരാൻ തുടങ്ങിയാൽ, ഫൈ സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചടക്കിയ സ്വത്ത് ഗനീമത്ത് സ്വത്താണ്. അത് ഫൈ അല്ല. യുദ്ധമില്ലാതെ വരുന്ന പൊതു ഫണ്ടാണ് ഫൈ സ്വത്ത്. പാർട്ടികളുടെ ഫണ്ട്, സംഘടനകളുടെ ഫണ്ട്, ഗവൺമെന്റിന്റെ ഫണ്ട്, പള്ളിയുടെ ഫണ്ട്, മദ്രസയുടെ ഫണ്ട്, യത്തീംഖാനയുടെ ഫണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഫണ്ട്, ഇതൊക്കെ ഫൈയിൽ പെടും. ഇത് ഊഴമായി കൈകാര്യം ചെയ്ത് തെറ്റായ വിധത്തിൽ ക്രയവിക്രയം ചെയ്താൽ, ഒന്നുകിൽ കൈയിട്ട് വാരി വെട്ടി വിഴുങ്ങിയാൽ, അല്ലെങ്കിൽ വകമാറ്റി ചിലവഴിച്ചാൽ, ദുവല എന്നാ പറയുന്നത്. തന്നിഷ്ടപ്രകാരം അത് കൈകാര്യം ചെയ്യുന്ന കാലം വന്നാൽ അള്ളാഹു വിടൂല. കുറച്ചൊക്കെ അള്ളാഹു കണ്ണടക്കും. ഇത് അങ്ങനെ വ്യാപകമായി പൊതു സ്വത്ത് കൈയിട്ട് വാരിയിട്ട് തെറ്റായ വിധത്തിൽ ക്രയവിക്രയം അരങ്ങേറിയിട്ട് അതങ്ങനെ സാർവത്രികമായി ജനങ്ങളും അതിനൊരു ഗൗരവം കൊടുക്കാതെ ആയാൽ അള്ളാഹു വിടൂല. ആ വ്യക്തിയെ വിടൂല. എനിക്കറിയാം ഒരാളെ, അദ്ദേഹത്തിന്റെ പണി തോട്ടങ്ങളുടെ അതിര് മാന്തുന്ന പണിയാണ്. ഇഷ്ടംപോലെ സ്വത്ത് അവിടെ ഇവിടെയൊക്കെ മേടിച്ചിട്ടുണ്ട്, വാപ്പാന്റെ കിട്ടിയതിന്റെ പുറമെ. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു തൂമ്പെടുത്ത് പോയിട്ട് അതിരിൽ ഇങ്ങനെ മാന്തും. ഒരു അരച്ചാണ് അല്ലെങ്കിൽ ഒരു ചാണ്. കേസായിട്ട് അവസാനം അളക്കാൻ വന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല. എന്നാലും അളക്കാൻ വരുന്നത് വരെ അവിടെ ഒരു വാഴ നടാലോ എന്നാ കാക്കാന്റെ വിചാരം. ഇങ്ങനെ മാന്തി മാന്തി മദ്രസന്റെ ഭൂമി മാന്തി. ഉണ്ടായ സംഭവ. വ്യക്തി ആരാവട്ടെ. അവസാനം ഈ മനുഷ്യൻ മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹത്തോതെന്നു മക്കള് നരകിച്ച് യാതനയോടെ ബോധവും വെളിവും പോയിട്ട് വിസർജ്യത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതെടുത്ത് എറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ മതിയെന്നൂന്ന് മക്കളും വേണ്ടപ്പെട്ടവരും ദുആ ചെയ്യാൻ തുടങ്ങി. നരകിച്ച മരിച്ചത്. ആ വ്യക്തിയെ മാത്രമല്ല, മൊത്തത്തിൽ ഇത് ദുരന്തമായി മാറും. ഇത് തുഹിദൽ ഫൈഉ ദുവലാ. പൊതു സ്വത്ത് തോന്നിയതുപോലെ ക്രയവിക്രയം ചെയ്യുക. മുത്ത് റസൂൽ പറഞ്ഞ രണ്ടാമത്തെ കുറ്റകൃത്യം വൽ അമാനത്തു മഗ്നമാ. അമാനത്ത് യുദ്ധത്തിൽ പിടിച്ചടക്കിയ സ്വത്ത് പോലെ, അല്ലെങ്കിൽ സ്വന്തം അധ്വാനിച്ച് സമ്പാദിച്ച സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുക. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിച്ചേൽപ്പിച്ച സ്വത്ത്. ഒരാൾ മറ്റൊരാൾക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച സ്വത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ലെങ്കിൽ താൻ യുദ്ധത്തിൽ നേടിയ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യും? അതുപോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ മനസ്സിലാകണില്ലേ നിങ്ങൾക്ക്? ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഒരാളൊരു കെട്ടിടം പണിതു, കടമുറികളൊക്കെ സജ്ജമായി, വാടകയ്ക്ക് ആളെ ക്ഷണിച്ചു. ഒരാൾ വാടകക്കാരനായിട്ട് വന്നു, ചാവി കൊടുത്തു. ഇത് ഇത്ര രൂപയാണ് വാടക, ഇത് എൻ്റെതാണ് കെട്ടിടം, ഞാൻ പറയുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കനുസരിച്ച് നീ ഇഷ്ടമുള്ള കച്ചവടം ചെയ്തോ. ചാവി കൊടുത്ത് വാടകക്കാരൻ വന്നിട്ട് ഇടപാട് തുടങ്ങി. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓണർ വന്ന്, കെട്ടിടത്തിൻ്റെ ഉടമ വന്നിട്ട് പറഞ്ഞു, കാലോചിതമായ വാടക തരണം, ഇല്ലെങ്കിൽ ഒഴിഞ്ഞു തരണം. അപ്പോൾ വാടകക്കാരൻ പറയാണ്, രണ്ടും നടക്കൂല, വാടകയും കൂട്ടൂല, ഒഴിഞ്ഞു തരൂല, ഞാൻ കേസിന് പോവാണ്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഇടപാടല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിൽ ഇപ്പണി ചെയ്യാൻ ഉണ്ടായേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ നിയമത്തിൽ ആ കടമുറി ആ ഉടമ കൊടുത്തത് വിശ്വസിച്ചേൽപ്പിച്ചതാ. ഞാൻ പറയുമ്പോൾ എൻ്റേത് എനിക്ക് തരണം, ഇത് വാടകയാ, നിനക്കല്ല. ഇവിടെ യുദ്ധത്തിൽ സ്വത്ത് കൈയടക്കി വെച്ചതുപോലെ തനിക്ക് കിട്ടിയ ഈ കടമുറി തൻ്റേതെന്ന പോലെ. പിന്നെ കേസിന് പോയി കഴിഞ്ഞാൽ പിന്നെ മാസവാടകയും കൊടുക്കൂല, അവിടെ കയറി ഇരുന്നിട്ട് കച്ചവടം ചെയ്യും. വൽ അമാനത്തു മഗ്നമാ. വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്ത് തൻ്റെ സ്വത്തുപോലെ, യുദ്ധത്തിൽ നേടിയ സ്വത്തുപോലെ, അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുപോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ. നീണ്ട ഉദാഹരണം പറയണോ? നിങ്ങളിൽ ഒരാൾ 2 ലക്ഷം രൂപയും കൊണ്ട് എൻ്റെ റൂമിൽ വന്നു.
എന്തിനാ വന്നത്? ഉസ്താദ് ഇത് അവിടെ ഇരിക്കട്ടെ. അതെന്തേ? ഞാനിപ്പോൾ അങ്ങനെ 2 ലക്ഷം ഒന്നും കൈമടക്ക് മേടിക്കാറില്ലല്ലോ, ഞാൻ സക്കാത്തിൻ്റെ അർഹനല്ല. അതെന്താ സംഭവം? അതെ, എൻ്റെ മകളെ കല്യാണം ശരിയാകുമ്പോൾ അന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവളിപ്പോൾ ഡിഗ്രിയാണ്, ലാസ്റ്റ് ഇയർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയാലും കല്യാണം നടത്തണം. കയ്യിൽ വെച്ചാൽ ചിലവായി പോകുന്നുള്ള പേടിയോണ്ടാണ്. ഇതവിടെ വച്ചേക്ക്, കല്യാണം വരുമ്പോൾ തന്നാൽ മതി. ഇതൊരു അമാനത്താണ്, എന്നെ ഏൽപ്പിച്ച അമാനത്താണ്. ഞാൻ എന്ത് വിചാരിച്ചു, ഡിഗ്രിന് തീരാ എന്തോരണ്ട്, 9 മാസം ഉണ്ട്. കഷ്ടി ഒരു കൊല്ലണ്ടല്ലോ. ഈ 2 ലക്ഷം ചുമ്മാ ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം, ബാങ്കിൽ ഇട്ടിട്ട് എന്താ കാര്യം? അതെൻ്റെ ബിസിനസ്സിലാണ്ട് ഇറക്കാം. മൊയിലിയരാണെങ്കിലും വണ്ടി കച്ചവടമൊക്കെ പറ്റുമല്ലോ, കുറഞ്ഞൊരു വണ്ടി ഉണ്ടോ എന്ന് ഞാനോട് അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഈ 2 ലക്ഷം രൂപയിട്ട് എന്തായി, കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ആ ഇടപാടിൽ പൊട്ടി, 2 ലക്ഷം പോയി. അല്ലെങ്കിൽ ആകെ ഇടങ്ങാറായി. ഇത് ആ വണ്ടി പൊട്ട വണ്ടി എന്നോ കള്ളവണ്ടി എന്തോ, ആ കാശ് അങ്ങോട്ട് പോയി. 9 മാസം കഴിഞ്ഞപ്പോൾ ഈ സാധു തലേ ചൊറിഞ്ഞിട്ട് വന്നു, മോക്കടെ കല്യാണം ശരിയായിട്ടുണ്ട്, ആ കാശേ ഇപ്പം ഉണ്ടാവില്ല, നീ സ്വർണ്ണം എടുത്തോ, തൽക്കാലം ഉണ്ട് ജ്വല്ലറിന്ന് എടുത്തോ, കട എടുത്തോ, ഞാൻ പിന്നെ തരാം. അതെന്തേ? അത് കൈവിട്ട് പോയി. എന്നെ അമാനത്താക്കി ഏൽപ്പിച്ചതാ കച്ചവടത്തിന്, എന്നതല്ലത്. അത് എൻ്റെ സ്വത്ത് പോലെ ഞാൻ ക്രയവിക്രയം ചെയ്യാൻ തുടങ്ങിയാൽ വിടൂല അള്ളാഹു. ഇത് ശക്തമായ ഭാഷയിലാണ് അള്ളാഹു ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഖുർആൻ തന്നെ എത്ര ആയത്തുണ്ട്? സൂറത്തുൻ നിസാഇന്റെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നൊരു ശൈലിയുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. തീർച്ചയായിട്ടും അല്ലാഹു യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു. അല്ലാഹു എന്താ കൽപ്പിക്കുന്നത്? അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിച്ച സ്വത്ത് അതിൻ്റെ അർഹർക്ക് തന്നെ കൊടുത്തു വീട്ടണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. ഇതൊരാൾ ചെയ്തില്ലെങ്കിൽ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വാസവഞ്ചന ചെയ്യുന്ന, ഇങ്ങനത്തെ പണി ചെയ്യുന്നവന് ഈമാനില്ല, അവൻ മുനാഫിഖിന്റെ ലക്ഷണമുള്ളവനാണ്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടിലൊക്കെ ഒരു കൃത്യതയൊക്കെ നല്ലോണം വേണം, വ്യക്തികൾക്ക് വേണം, സംഘങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ പ്രഹരം മൊത്തത്തിൽ വരുന്ന. 3-ാമത്തെ കാര്യം വസ്സകാത്തു മഗ്റമ, വിശദീകരിക്കാൻ സമയമില്ല. സകാത്ത് നഷ്ടമായി കണ്ട് അത് നൽകാതെ കടമാക്കി ആക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഹിന്ദു സമൂഹത്തെക്കുറിച്ചല്ല, ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഈ പറയുന്നത്, അവർ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിങ്ങൾ ചെയ്യുന്ന കുറ്റാൻ. സക്കാത്ത് അവർക്കാ നിർബന്ധമുള്ളത്. വസ്സകാത്തു മഗ്റമ, സക്കാത്ത് നഷ്ടമാണെന്ന് ധരിച്ച് അത് കൊടുക്കാതെ കടമാക്കി വെച്ചാൽ 3 ആയിട്ടുള്ളൂ. ഇനി 12 കുറ്റങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ലഹരി ഉപയോഗം വരുന്നുണ്ട്, ലഹരിയുടെ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട്. ഇതൊക്കെ നാട്ടിലിങ്ങനെ കാണാൻ തുടങ്ങിയാൽ പടച്ച തമ്പുരാൻ ഈ ഭൂമിയുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഭൂകമ്പം വന്നാൽ എന്താകും? ഭൂകമ്പം വേണ്ട, ചെറിയൊരു കുലുക്കം വന്നാൽ എന്താകും? ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഇത് നടക്കുകയാണ്. ഇത് നടക്കാതിരിക്കാൻ ഇത്തരം കുറ്റങ്ങൾ സമൂഹത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുക, പടച്ച റബ്ബിൽ തവക്കുലാക്കി നിൽക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.